ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 2 ദിവസമായിട്ട് അതിൽ കുറച്ച് ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഇവിടെ മുതലേ കാണിക്കുന്നത്, വീട് മുതലേ കാണിക്കുന്നില്ല, പക്കത്തി വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ തിരുവല്ലം അറിയാമല്ലോ, ട്രിവാൻഡ്രക്കാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ച് നല്ലൊരു വ്യൂ പോയിൻ്റ്, അതായത് നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി നമുക്ക് ആദ്യമായിട്ടൊരു ഇൻട്രോ പോലെ എന്തെങ്കിലും ചെയ്യാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ട്രാവലിംഗ് ആണിത്. അത് നിങ്ങളുമായിട്ട് ഒരു വീഡിയോ ആയി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ലാഗ് ചെയ്യില്ല, കുറച്ച് നേരം നമുക്ക് ട്രാവലിംഗ് ഉണ്ട്, അതുകൂടി ഒന്ന് കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ രാവിലെ ആ ഒരു ടൈമിലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഒരു 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോന് സ്കൂളുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ മൂത്ത ആൾ സ്കൂളിൽ പോയിട്ട് ഒരു 2 മണിക്കൊക്കെ തിരിച്ചെത്തും. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലെത്തണം. അപ്പോൾ അതുകൊണ്ട് ഒരു രാവിലെ ടൈമിന് തന്നെ ഞങ്ങൾ പോവുകയാണ്. ഇത് തിരുവല്ലമാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വർക്കിംഗ് അവേഴ്സ് ആയതുകൊണ്ട് ഇത് ക്യൂ കിടക്കുന്നതുണ്ടോ, ബ്ലോക്കാണ്. അങ്ങോട്ട് ബ്ലോക്കില്ല, ഇങ്ങോട്ട് തിരിച്ചു പോകാൻ നല്ല ബ്ലോക്കാണ് സിറ്റിയിലോട്ട് വരാനായിട്ട്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുവാണ്. ഇനി കണ്ടോ, ഇവിടെ ഒന്നും ബ്ലോക്കില്ല. ഇതൊക്കെ നല്ല റോഡാണ്, നമുക്ക് അറിയാം. ഇവിടെയൊന്നും വലിയ ബ്ലോക്കില്ല. ആ ഒരു റഷ്, കുറച്ചൊരു നേരത്തെ റഷ് മാത്രമേ കാണത്തുള്ളൂ. കൂടുതൽ ഇങ്ങോട്ടൊന്നും വലിയ റഷ് ആയില്ല. ഇനി നമ്മളങ്ങോട്ട് ബൈപ്പാസിലോട്ട് കയറുവാണ്. ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോവുക ആ സ്ഥലത്തേക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും പോകുന്നത് ഈ വഴി. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയായിരുന്നു. കുറച്ച് ഒന്ന് ചുറ്റിയിട്ടാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയത്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്. ഇവിടെ പിന്നെ ചോദിച്ചിട്ടാണ് പിന്നെ ബാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അവിടെ കട്ടായത്. ഇനി മുന്നോട്ട് പോവുകയാണ് നമ്മൾ. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി യാത്ര പോകുന്നത്. ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് കോവളം ജംഗ്ഷൻ. ആ ഫ്രണ്ടിലെത്തി അകത്തോട്ട്, അതായത് ആ കോവളം ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി അതായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഫ്രീ ആണ്. ഇപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോയി, ജോലിക്കെല്ലാം പോയി, അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഈ സ്ഥലം കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ നിന്നാണ് വരേണ്ടിയിരുന്നത്, നമ്മൾ അപ്പുറത്തുനിന്ന് കയറിയാണ് വന്നത്. അത് നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അറിയാവുന്നവർക്കറിയാം, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് വരുന്നതെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമായിരിക്കും. കണ്ടോ, ടൂറിസ്റ്റ് ഹോമുകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. പിന്നെ വാനുകളും ടൂറിസ്റ്റുകളും ഏകദേശം ഉണ്ട് ഓൾറെഡി. ഇതാണ് ഉദയസമുദ്ര. ഇപ്പോൾ ഇതാ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇവിടെയൊക്കെ പാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ആണ്, എല്ലാവരും പാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. മോനുള്ളത് കൊണ്ടേ, വെയിലല്ലേ, അപ്പോൾ കുറച്ചുകൂടി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും. ഓട്ടോ സ്റ്റാൻഡൊക്കെ അവിടെ തന്നെ, ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാലോ, KTDCയുടെ ഉദയസമുദ്ര. ഇതാണ് നമ്മുടെ KTDCയുടെ ഉദയസമുദ്ര, കോവളം. ആ ഒരു ഇവിടെ KTDCയുടെ ഒരു ഇതാണ് ഉദയസമുദ്ര. അകത്തോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ
അതായത് ഇപ്പോഴേ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഇൻട്രോ എടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കുറച്ച് ഫോട്ടോസും വീഡിയോസും. ഇതാണ് ആ ഡെസ്റ്റിനേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ടോ, നന്നായിട്ട് പിക്ചറൊക്കെ ചുവരിൽ വരച്ചിട്ടുണ്ട്. സ്റ്റെപ്സ് കയറി അകത്ത് പോകണം. ഇവിടെ എല്ലാവരും ഇപ്പോൾ വരുന്നുണ്ട്. ഈവനിങ് ടൈം ആയിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായാലും ഇത് കണ്ടോ, ഇരിക്കാനൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് അവിടെ ഉണ്ട്. എൻ്റെ മോൻ കണ്ടാൽ ഇപ്പോൾ ഞങ്ങളെന്തിനാണ് വന്നതെന്ന് പോലും അവൻ മറന്നു പോകും. ഇതേ കണ്ടോ, അവൻ്റെ ഹസ്ബൻഡാണിത്. മോനെ വിളിക്കുന്നുണ്ട്. അവനെ ബീച്ചൊക്കെ കണ്ടപ്പോൾ അത് കളിച്ചാൽ മതി എന്നുള്ള ഒരിതാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫാമിലി പിക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഡ്രീം ഫാമിലി വ്ളോഗേഴ്സ് എന്നാണ്. നമ്മളെ ഒന്ന് പ്രോത്സാഹിക്കണം. സ്വന്തം ട്രിവാൻഡ്രത്തുള്ള മക്കളാണ്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളെപ്പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വ്യക്തികളാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരുന്ന മച്ചാന്മാരെ വിളിക്കണ്ടേ. നമ്മളിപ്പോഴ് കോളത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വരും, പോവാം അങ്ങോട്ട്. ഹലോ ഗൈസ്, ഇതെൻ്റെ മോനാണ്. ഇവിടെ കളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അവനവൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കളിക്കാൻ തുടങ്ങി. അവനിതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും. ഇത് കണ്ടോ, നമ്മുടെ ഫോട്ടോസ് അതിനകത്ത് എങ്ങനെയാണ് എന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനകത്ത് അവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ തന്നെ മാരേജ്, സേവ് ദ ഡേറ്റ്, മാരേജ് ഫോട്ടോസ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത് കടയൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ. ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകാം. ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടൽ നന്നായിട്ട് കാണാൻ പറ്റും. കടൽ നന്നായിട്ട് കാണാം. ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കടൽ ആ സൈഡിലോട്ട് നോക്കാം. കണ്ടോ, എല്ലാവരും ഇവിടെ വരുന്നത് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം. പിന്നെ ഈവനിങ് ടൈമിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു പ്ലേസാണ്. അവർ ജോലി ചെയ്യുവാണ്. വേസ്റ്റുകളൊക്കെ വരുന്ന ഗസ്റ്റുകൾ അതൊക്കെ അറിഞ്ഞു കണ്ട് ചെയ്താൽ നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അവർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. എൻ്റെ മോൻ കളി നിർത്തുന്നില്ല. അവന് ബീച്ചിൽ ഇറങ്ങണമെന്നാണ്. ഈ സൈഡിൽ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ അവിടെ നോക്കിയായിരുന്നു, അവിടെ ബീച്ചിൽ ഇറങ്ങിയില്ല. ഞങ്ങൾ കുറച്ച് ഷോർട്സും വീഡിയോസും ഒക്കെ എടുക്കായിരുന്നു. അത് വെയിലൊക്കെ തുടങ്ങി, നമ്മൾ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. മോന് വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ചു പോകുന്ന ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വഴി. അപ്പോൾ എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.